ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് പച്ചക്കായ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനും കാണാം. അതും പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പച്ചക്കായ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഒരു 7 പച്ചക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറഞ്ഞ ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 പച്ചക്കായ മതി. ഇത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ആ പച്ചക്കായൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിപ്പോവും. അരിഞ്ഞെടുത്തതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ കളറ് മാറുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് ഹാർഡായാൽ ഇത് വെന്തൊടിഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പച്ചക്കായ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് എണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ച പച്ചക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ആവിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് അവസാനമായിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചക്കായ ഫ്രൈ റെസിപ്പി. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമാൻ മാം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.